ഇറാനെതിരെ ആണവായുധം ഉപയോഗിക്കണമെന്ന് ഇസ്രായേലിനോട് തീവ്ര ജൂതപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഇനി ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? പറയാൻ പറ്റില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ആ തലത്തിലേക്ക് പോകണമെന്ന് ഇസ്രായേലിന് തോന്നിയാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇറാൻ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട്. ഇറാൻ അതിനുള്ള കഴിവില്ലെങ്കിൽ പോലും ഇറാൻ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ അമേരിക്ക പൂർണ്ണ സപ്പോർട്ടുമായി ഇസ്രായേലിനൊപ്പമുണ്ട്. ഏകദേശം 43,000 പട്ടാളക്കാരെയാണ് അമേരിക്ക അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഏത് സമയത്തും ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ഇറാനെതിരെ നിങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടി ജൂതപ്പട തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. അതായത് ഇനി ഇറാൻ്റെ ഒരു തരത്തിലുള്ള ആക്രമണത്തെയും നമ്മൾ തടുക്കേണ്ട കാര്യമില്ല, അടിക്ക് തിരിച്ചടി തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ളത്. കാരണം ഒക്ടോബർ 7 അത് ജൂതപ്പടയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ ജൂതന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ലെബനിൽ നിന്ന് ഹമാസിൻ്റെ കടന്നാക്രമണം ഇസ്രായേലിലേക്ക് എത്തിയ ദിവസം, അന്ന് മുതൽ ഇസ്രായേൽ ഓരോ ആളുകളെയും ഓരോ തീവ്രവാദികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലവനെ കൊന്ന് അടുത്ത തലവൻ സ്ഥാനാരോഹണം ചെയ്യുന്ന മണിക്കൂറുകൾക്കകം തന്നെ അടുത്ത ആളിനെയും കൊല്ലുന്നു. അത്തരത്തിൽ ഇറാനെതിരെ വലിയ ഈ ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇറാനാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേലിനറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ പറയുന്ന ഗാസയോടോ ലെബനോടോ ഉള്ള ജനങ്ങളോടൊന്നും ഞങ്ങൾക്ക് വൈരാഗ്യമോ അവരെ കൊല്ലണമെന്നോ അവരെ ആക്രമിക്കണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഇതിന് പിന്നിൽ നിന്ന് കളിക്കുന്ന ഈ തീവ്രവാദ സംഘങ്ങളെയൊക്കെ അവരുടെ സായുധ സേനകളായി ഉപയോഗിക്കുന്ന ഇറാനെതിരെയാണ് ഞങ്ങളുടെ ആക്രമണം. ഇറാനെ ഞങ്ങൾ തീർക്കും. ഇറാൻ ഇനി ഇത്തരമുള്ള തീവ്രവാദ ശക്തികളെ വളർത്തിക്കൊണ്ടുവന്നാൽ ഇറാനെതിരെ തന്നെയായിരിക്കും ഞങ്ങളുടെ നീക്കം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനി ഇപ്പോൾ ഭൂഗർഭ അറയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പോയതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഖമേനി മെയ്യുന്ന തന്ത്രങ്ങളാണോ ഇത് എന്നുള്ളതാണ്. കാരണം എന്ത് തന്ത്രം മെനഞ്ഞാലും അതൊന്നും ഇസ്രായേലിൻ്റെ 7 അയലത്ത് പോലും എത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമുള്ള കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ആണവായുധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നതും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പോലെയല്ല. ഇപ്പോൾ തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം, ആ ഒരു ശൈലിയാണ് ഇസ്രായേൽ ഈ അടുത്ത നാളുകളായി പിന്തുടർന്നു വന്നത്. പക്ഷെ ആണവായുധം ഉപയോഗിക്കുമ്പോൾ അത് ആ ഇറാനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പോൾ ഇറാനിലെ ജനതയ്ക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, തീവ്രവാദികളെ ആണ് ഞങ്ങൾ തുടച്ചു മാറ്റുന്നത്, ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആണവായുധം ഉപയോഗിക്കാൻ ഈ തീവ്ര ജൂതപക്ഷം പറയുന്നത് ശരിക്കും ഇസ്രായേൽ കൈക്കൊള്ളുമോ? അതൊരു ശരിയായ നടപടി ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ലാതെ തന്നെ ഇസ്രായേലിന് ഇറാനെ നേരിടാൻ കഴിയും, ആണവായുധം ഉപയോഗിക്കാതെ തന്നെ നേരിടാൻ കഴിയും. അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. ഇല്ല, ഈ തീവ്ര ജൂതപക്ഷം അവരനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട്. ഒരു വർഷത്തോളമായി ഒരു രാജ്യം ഈ ആക്രമണങ്ങളെ നേരിടുന്നു, അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ രാവിലെ വരുന്നു, ജോലി കഴിയുന്നു, വീടുകളിലേക്ക് പോകുന്നു, നമ്മുടെ കാര്യം കഴിയുന്നു, സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു ഇന്ത്യയിലായതുകൊണ്ട്. പക്ഷേ ഈ ഇസ്രായേലിലൊക്കെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പോൾ പല മലയാളികളും പറയുന്നുണ്ട്, ഭയമാണ്. ഓരോ സെക്കൻഡും ഞങ്ങൾക്ക് ഭയമാണ്. ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. കാരണം ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ അവർക്ക് നിർദ്ദേശം നൽകുകയാണ്, നിങ്ങൾ ബങ്കറുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ സുരക്ഷിതമാകുന്ന തലങ്ങളിലേക്ക് നിങ്ങൾ പോകുക, ഞങ്ങൾ പറയുന്നത് വരെ പുറത്തു വരരുത്. അതിൽ ഗർഭിണികൾ ഉണ്ടാകാം, കൊച്ചു കുട്ടികൾ ഉണ്ടാകാം, രോഗികളായവർ ഉണ്ടാകാം, ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് വന്ന് എത്തിപ്പെട്ടവർ ഉണ്ടാകാം, പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പല തലത്തിലും പല മേഖലയിലുമുള്ള ആളുകൾ അവിടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയും മാനസിക സമ്മർദ്ദവും ഇപ്പോൾ പ്രീതി ചേച്ചി പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആണവായുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമായി പറഞ്ഞ് കളയേണ്ട ഒരു കാര്യമല്ല. കാരണം ആണവായുധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവനായി തീർക്കാൻ അതെ തലമുറകളായി ബാധിക്കും. അതിൻ്റെ ശക്തി അത്രത്തോളമാണ്. അപ്പോൾ ഒരു കുരുതിക്കളമാക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഇസ്രായേലിനെ ഒരു കുരുതിക്കളമാക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവസാന വഴി നോക്കിയേ കഴിയൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആ അവസാന വഴിയാണ് ആണവായുധം എന്ന് പറയുന്നത്.
അമേരിക്ക ഒപ്പമുണ്ട്. ഏത് മിസൈലുകളെയും തടുക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. ഇറാൻ വിചാരിച്ചാൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് മിസൈലുകളുടെ കാര്യത്തിലാണ്. ഈ ചാരന്മാർ ഇപ്പോൾ ഇന്നലെ തന്നെ ഇവരുടെ ചാരന്മാർ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി 4 പേരെയോളം വെടിവെച്ച് കൊന്നു എന്ന് നമുക്ക് 7 പേരായി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തടുക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിന് കഴിഞ്ഞെന്ന് വരില്ല. കുറെ പേർ അതിക്രമിച്ച് കയറിക്കൊണ്ട് കുറെ വെടിയുതിർത്താൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭീതി അവർക്ക് ഒരുപക്ഷെ ഉണ്ടാകാമായിരിക്കാം. മിസൈലുകളെ തടുക്കാം, അതിനുള്ള ശേഷി ഇവർക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നുഴഞ്ഞു കയറ്റക്കാരെ ഏത് രീതിയിൽ നേരിടുക, എവിടെ കൂടെയാണ് ഇവർ നുഴഞ്ഞു കയറുന്നത്, എങ്ങനെയായിരിക്കും? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേജർ പൊട്ടിത്തെറിച്ചത് അത് ആ ഭീകരനെ മാത്രം കൊല്ലാൻ കണക്കാക്കിയാണ് ഓക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അണ്ടർഗ്രൗണ്ട്സിലൊക്കെ ഇത് ആ കഥകളൊക്കെ സത്യമാണെങ്കിൽ അത് അവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. കയറി അങ്ങ് മേയുന്നത് ഇസ്രായേലിലെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇസ്രായേലിനെ കുരുതിക്കളമാക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് അവസാന ലക്ഷ്യം ആണവായുധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങളുടെ ജനത്തെ തൊട്ടാൽ എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അത് ഉപയോഗിക്കാൻ എന്തായാലും ഒരു രാജ്യങ്ങളും ഇസ്രായേലിനെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയിൽ തീരുമാനം പറഞ്ഞാലും ഇനിയും മറ്റേ യുദ്ധം ചെയ്യരുത് എന്ന് അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ അനുസരിക്കില്ല. ഇസ്രായേലിന്റെ ഒരു നീതിയുണ്ട്. ആ നീതിക്കനുസരിച്ച്, ആ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇസ്രായേൽ മുന്നോട്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ലെബനനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേലിലായാലും ശരി, ഇറാനിലായാലും ശരി, ലെബനനിലായാലും നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അവരവരുടെ പൗരന്മാരെ ലെബനനിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇപ്പോൾ ചെയ്യുകയാണ്. കാരണം അത് അവർക്ക് ആശങ്ക തുടങ്ങി. ഇത് യുദ്ധം ഏത് അവസ്ഥയിലേക്ക് പോകും എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കാകുലരായതുകൊണ്ട് അത് ഇന്നലെ ഒരു ദിവസത്തെ ഇറാൻ്റെ ആ ആക്രമണത്തിന് ശേഷമാണ് ഇത്തരം ഒരു ആശങ്ക മറ്റ് രാജ്യങ്ങളിൽ ഉടലെടുത്തത്. കാരണം ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും തിരിച്ചടി എന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ വാണിംഗ് കൊടുത്തിരുന്നതാണ്. അതിനെ വകവയ്ക്കാതെയാണ് ഇറാൻ ഇസ്രായേലിന് മേൽ ഈ ഒരു വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ആണവായുധം ഉപയോഗിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ തന്നെയും വലിയൊരു രീതിയിലുള്ള ആക്രമണം തന്നെയായിരിക്കും ഇറാനുമേൽ ഉണ്ടാകാൻ പോകുന്നതും. മാത്രമല്ല ലെബനനിലേക്കും ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങളെ റഷ്യ, അയർലൻഡ്, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ഹോളണ്ട്, ജർമ്മനി, കാനഡ, കുവൈറ്റ്, നോർത്ത് മാസിഡോണിയ, കുവൈറ്റ്, അമേരിക്ക, ബ്രിട്ടൻ, ജോർദാൻ തുടങ്ങി മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ആൾക്കാരെ ഈ ലെബനനിൽ നിന്നെല്ലാം തിരികെ വിളിക്കാൻ തുടങ്ങി. അതൊരു സൂചന കൂടിയാണെന്ന് തോന്നുന്നു. കാരണം യുദ്ധം ഇനി കനക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടതുപോലെ അടിക്ക് തിരിച്ചടി എന്നുള്ളതായിരിക്കില്ല, ഇനി തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇസ്രായേൽ ചിലപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങൾ ഇത്തരത്തിൽ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഇന്ത്യയും അത്തരത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങൾ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ തന്നെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു വിളിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തിരിച്ചു വിളിച്ചു തുടങ്ങുന്നത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പതനം കണ്ടേ ഈ യുദ്ധം അവസാനിക്കൂ. പക്ഷെ അമേരിക്ക, ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല പരോക്ഷമായി പ്രത്യക്ഷത്തിൽ ഇറാന് സപ്പോർട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ കുറവാണ്. റഷ്യയും ചൈനയും ഒക്കെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും ചില ഘട്ടങ്ങൾ വരുമ്പോൾ അവനും പിന്തിരിയാനുള്ള സാധ്യത ഏറെയാണ്. തുർക്കിയൊക്കെ പരോക്ഷമായി, ഇറാഖും തുർക്കിയൊക്കെ പരോക്ഷമായി സപ്പോർട്ട് കൊടുക്കുന്നതിൽ പ്രത്യക്ഷത്തിൽ വലിയ സപ്പോർട്ട് ഇറാന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഒക്കെ വലിയ രീതിയിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് നൽകുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ തീർക്കും. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരെ ഏത് രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു രക്ഷിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അവരോടൊക്കെ ഇനി എങ്ങോട്ടേക്കെങ്കിലും പോകാൻ പറയുമോ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. എന്തായാലും യുദ്ധം ഇനി അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പതനം കണ്ടിട്ടോ, കുറേ ചോരപ്പുഴകൾ ഒഴുകിയിട്ടോ, കുറേ മൃതശരീരങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടോ ഒക്കെ ആയിരിക്കും.
എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു സമാധാനത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതിന് മുന്നേ ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. പക്ഷെ അത് തമ്മിൽ ഒരു പരസ്പര വിരുദ്ധതയാണ്. അല്ല, അതെനിക്ക് തോന്നുന്നു തിരിച്ചടി പേടിച്ചിട്ടായിരിക്കും. അതൊരു അവസരത്തിനുള്ള ഒരു കാത്തിരിപ്പ് കൂടിയായിരിക്കും. അത്തരം പ്രതികരണങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ അപ്പോൾ ഇവരെ വിചാരം ഇസ്രായേൽ മരവാഴകളാണ്. ഞങ്ങൾ യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഇസ്രായേൽ ആ വഴിക്കൂടെ പോലെ ഇവർ അവസാനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തന്ത്രങ്ങളൊക്കെ മെനയുന്നത് നിർത്തും, അപ്പോൾ നമുക്ക് തിരിച്ചടിക്കാം എന്നുള്ളതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതിന് മുൻപേ നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഭയക്കണം ഇസ്രായേലിനെ. ഇറാന്റെ ഈ തീവ്രവാദ ശക്തികൾ, സായുധ സംഘടനകൾ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ ഭയക്കണം. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളെ ആലോചിച്ച് വലിയ വിഷമവും സങ്കടവും ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഈ ആക്രമണത്തിനൊക്കെ ഇരയാകേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തന്നെയാണ്. എന്തായാലും ലെബനനിലെ എയർപോർട്ടുകൾ പലതും ഏത് നിമിഷവും അടയ്ക്കാം എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് പോകാൻ, സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്തായാലും ആണവായുധം ഒരു രാജ്യവും പ്രയോഗിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.